തണലിലേക്ക് മാറി നിന്ന് വെയിലിനെ പഴിക്കുവാനും വെയിലിൻ്റെ ചൂടിനെ കുറിച്ച് വിമർശിക്കാനുമൊക്കെ ഒരുപാട് പേർക്ക് കഴിയും. എന്നാൽ തണലാകാൻ അപൂർവം ആളുകൾക്ക് കഴിയും. അതിലും കുറച്ച് ആളുകൾക്ക് ഒരുപക്ഷെ തണൽമരമായിക്കൊണ്ട് തണലേകാൻ തക്കവണ്ണം പടർന്ന് പന്തലിച്ച് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. മേരി എസ്തപ്പാൻ എന്ന് പറയുന്ന സഹോദരിയെ കുറിച്ച് ഓർത്തപ്പോൾ അവരൊരു തണൽമരമായിരുന്നു എന്ന് തന്നെ പറയാനാണ് എൻ്റെ ആഗ്രഹം. അവര് ഒരു ചൂടിൻ്റെ വ്യഥയറിഞ്ഞപ്പോൾ തണലിലേക്ക് മാറി നിൽക്കാൻ ആഗ്രഹിച്ച ആളല്ല. അവരാരെയും പഴിക്കാതെ സ്വയം ഒരു തണൽ ആയി ഒന്ന് തണലേകാനാണ് ആദ്യം തീരുമാനിച്ചത്. പിന്നീട് അവർക്ക് മനസ്സിലായി അവരുടെ വിളി താനൊരു തണൽ വൃക്ഷമായി, ആ വൃക്ഷം ഒരു തണൽ മരമായി മാറണമെന്നും ആ തണൽ മരത്തിൻ്റെ കീഴെ ഒരുപാട് പേരെ വെയിലിൻ്റെ പൊള്ളലേക്കാതെയും ചൂടിൻ്റെ കാഠിന്യമറിയാതെയും സംരക്ഷിക്കാൻ വിളിക്കപ്പെട്ടവളാണ്, അയക്കപ്പെട്ടവളാണ് എന്നുള്ള തിരിച്ചറിവ്. ആ വിളിയും ആ തിരിച്ചറിവുമാണ് അവർ ഒരു വലിയ വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തത്. ഡോക്ടർ കലാമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം അതിനെ സ്വപ്നം എന്ന് പറയും. മേരി എസ്തപ്പാൻ ഒരു വെല്ലുവിളിയായിട്ട് അത് ഏറ്റെടുത്തു. എനിക്ക് ഇങ്ങനെ ഒരു അറിവ് കിട്ടി എന്നുണ്ടെങ്കിൽ, തിരിച്ചറിവുണ്ടായി എന്നുണ്ടെങ്കിൽ, ഈ ലോകത്ത് ഇങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും ഒരു അത്താണിയാവാൻ, ആ വാക്കിൻ്റെ അർത്ഥം അതാണല്ലോ. ചുമട് ചുമന്ന് ബുദ്ധിമുട്ടുന്ന ആൾക്ക് ചുമട് കുറച്ച് നേരം ഇറക്കി വെക്കാൻ കിട്ടുന്ന കല്ലിനാണ് അത്താണി എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഒരു അത്താണി ആവണം എന്ന് അവർ തീരുമാനിച്ച് മുന്നോട്ടിറങ്ങി കുടുംബജീവിതവും ഈ സാമൂഹ്യ സേവനവും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോയി സേവനത്തെ അവരൊരു ശുശ്രൂഷയാക്കി മാറ്റി. കാരണം സമയം നോട്ടമില്ലാതെ, ആരോഗ്യം നോട്ടമില്ലാതെ ഒരുപാട് അധ്വാനിച്ചവർ. അങ്ങനെ സമയവും ആരോഗ്യവും നോട്ടമില്ലാതെയുള്ള ഒരു യാത്രയിലാണ് ഈ അപകടം സംഭവിച്ചത്. അതും ഈ അഭയഭവൻ്റെ ഗ്രാൻഡിൻ്റെ കാര്യത്തിന് വേണ്ടി പോയപ്പോഴായിരുന്നു. അത് വിധിവിഹിതം മറിച്ചാകിയാൽ മറ്റൊന്നിനും സംഗതിയായില്ല. വിധിയെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. എന്തുമാണ്ട് എന്നിരുന്നാൽ പോലും ഈ മേരി എസ്തപ്പാൻ എന്നുള്ളത് നമ്മുടെ മുമ്പിലൊക്കെ അവശേഷിപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് ഒരു മേരി എസ്തപ്പാന് മാത്രമല്ല ഇപ്രകാരമുള്ള 6-ാം കണ്ണുള്ളതും 3-ാം ഇന്ദ്രിയമുള്ളതും. നമ്മുടെ കയ്യിലുള്ള അതേ കണ്ണ് ഒന്ന് നമുക്കൊരു നമ്മുടെ ഉള്ളിലുള്ള കണ്ണ്, പുറം കണ്ണുകൊണ്ട് കാഴ്ച കണ്ട് ജീവിക്കാതെ ഉൾക്കണ്ണുകൊണ്ട് കാഴ്ച കണ്ട് ചിന്തിക്കാൻ തക്കവണ്ണം നമുക്കൊന്ന് ചുറ്റും നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ സാധിക്കും. ഇന്ന് ദീപാവലി ദിവസം കൂടിയാണ്. ദീപാവലി എന്നവരുടെ ഏറ്റവും വലിയ അർത്ഥം എന്ന് പറയുന്നത് അന്ധകാരം അകറ്റുന്നതെന്നാണ്. നമുക്കൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് അന്ധകാരങ്ങൾ അകറ്റാൻ സാധിക്കും. നമ്മുടെ കണ്ണ് നമ്മളൊന്ന് തുറക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വെളിച്ചം നമ്മളൊന്ന് പ്രകാശിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ വെളിച്ചം പ്രകാശിപ്പിക്കാൻ തക്കവണ്ണം നമ്മുടെ ഒരു 6-ാം ഇന്ദ്രിയവും, കണ്ണ് തുറക്കാൻ തക്കവണ്ണം ഒരു 3-ാം കണ്ണിൻ്റെ തുറക്കലും, വെളിച്ചം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ തക്കവണ്ണം ഒരു തണലായി മാറാനുള്ളൊരു മനസ്സും നമുക്കുണ്ടായാൽ മാത്രം മതി. അതുണ്ടായി കഴിയുമ്പോൾ ഒരുപാട് മേരി എസ്തപ്പാന്മാർ നമുക്കുണ്ടാവും. എന്തേ ഇന്ത്യയിൽ 2ാമതൊരു മദർ തെരേസ ഉണ്ടാവാത്തെന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. ആ ചോദിക്കുന്നത് നമ്മളൊക്കെ തന്നെയാണ് അതിൻ്റെ ഉത്തരം. വേറെ ആരെയും ചൂണ്ടിക്കാണിക്കാനല്ല, നമ്മൾ ചൂണ്ടുമലകി ആവാനുമല്ല, നമ്മളൊരു ചൂണ്ടാണി വിരൽ ആവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. നമുക്കത് കഴിയും. പക്ഷെ അതിന് മനസ്സ് വേണമെന്ന് മാത്രമല്ല. മനസ്സ് വെച്ചാൽ നമുക്കും ഇതേ ശുശ്രൂഷകൾ ചെയ്യാം. മേരി എസ്തപ്പാൻ ഒരു തണൽ മരം എന്നുള്ളതിലേക്ക് നമ്മുടെ മുമ്പിൽ അവശേഷിച്ച് പോകുന്ന മരിക്കാത്ത ഓർമ്മ എന്ന് പറയുന്നത് ഈ ലോകത്ത് ഒരു മനുഷ്യനും നമ്മുടെ മുമ്പിൽ കഷ്ടപ്പെടുന്നവരായോ നഷ്ടപ്പെടുന്നവരായോ ഉണ്ടാവരുത്. അങ്ങനെ ഉണ്ടായാൽ ഞാനാണ് ഇതിൻ്റെ കാരണക്കാരൻ എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി നമുക്ക് മറ്റുള്ളവരെ ഒന്ന് കാണാൻ, മറ്റുള്ളവരെ ഒന്ന് കരുതാൻ, മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ, മറ്റുള്ളവരുമായി നമുക്കുള്ളൊന്ന് പങ്കുവച്ചാൽ ഒരുപാട് പേരുടെ ദുഃഖമകലും. ആർക്കും ഈ ലോകത്ത് സങ്കടപ്പെടേണ്ടി വരില്ല, ദുഃഖിക്കേണ്ടി വരില്ല. മഹാത്മാഗാന്ധിജി പറഞ്ഞ മതി, എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് ദൈവം ഇവിടെ പ്രദാനം ചെയ്തിട്ടുണ്ട്. അത് നന്നായി വിതരണം ചെയ്യാൻ നാം പരിശ്രമിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മേരി എസ്തപ്പാനിൻ്റെ പാവനാത്മാവിന് ഒരിക്കൽ കൂടി ശാന്തി നേരുന്നു. കൂപ്പടിയിലെ
കൂവപ്പടിയിലെ ബെത്ലഹേം അഭയഭവന്റെ മക്കളോട് അനുശോചനം അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തും. കാരണം ദൈവത്തിന് നിങ്ങളെ ഒരിക്കലും കൈവിടാനാവില്ല. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. റേഡിയോ മല്ലു, മലയാളിയുടെ പാട്ടുപെട്ടി.